ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു PSC PYQ സീരീസ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. എല്ലാ ചോദ്യങ്ങളുടെ ഉറവിടം, റിലേറ്റഡ് ഫാക്ട്സ് അടക്കുന്ന ഡീറ്റെയിൽസ് അടക്കമാണ് നമ്മൾ ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാം. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ ഏത് എക്സാം ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം. അപ്പോൾ ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇനി വരുന്ന എക്സാമുകൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നു. കാരണം റിലേറ്റഡ് ഫാക്ട്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ഈ ഒരു പോർഷൻ നിന്ന് അനുബന്ധ വസ്തുതകളാണ് PSC കൂടുതലും ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് റിലേറ്റഡ് ഫാക്ട്സ് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കണ്ട് അടുത്ത ഒരു എക്സാമിന്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് ഈ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലീസേക്സ് ബൈ അലീഷ. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലാണ്? സിനിമാ മേഖലയിലാണ് അല്ലേ? സിനിമാ മേഖലയിൽ, അതായത് മലയാള സിനിമാ മേഖലയിലെ കേരള ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും പരമോന്നത അവാർഡാണ് JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? തിക്കുറിശ്ശി സുകുമാരൻ നായർ, ശ്രീകുമാരൻ തമ്പി, അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി TE വാസുദേവൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹയസ്റ്റ് അവാർഡ് ഇൻ മലയാളം സിനിമ, നമ്മൾ പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നതാണ് JC ഡാനിയൽ അവാർഡ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2022 അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയുടെ പേരാണ് TV ചന്ദ്രൻ. TV ചന്ദ്രൻ 2022. ചോദ്യം എന്തായിരുന്നു? ആദ്യം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. TE വാസുദേവൻ. ഓക്കെ, ഇപ്പോൾ TV ചന്ദ്രനാണ് 2022. ഇനി മലയാള സിനിമ പോലെ ഇന്ത്യൻ സിനിമയുണ്ട് അല്ലേ? ഇന്ത്യൻ സിനിമയിലത്തെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? അത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ്. അപ്പോൾ ഒരു റിവിഷനും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ പോയിന്റ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അത്ര എക്സ്പ്ലനേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിൻ്റെ PDF നിങ്ങൾക്ക് തരും. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, സോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ്. സിനിമാ മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ്. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ലഭിച്ചത് ഒരു പെൺപുലിക്കാണ്. 1969 ഇങ്ങനെ ഒരു അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ദേവിക റാണിക്കാണ്. ദേവിക റാണിക്കൻ ആദ്യം കൊടുത്തു എന്ന് ആലോചിച്ചാൽ മതി. 1969. ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2021 ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്കാണ്, വഹീദ റഹ്മാൻ. വഹീദ റഹ്മാനാണ് 2021 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ JC ഡാനിയൽ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് നമ്മൾ പറഞ്ഞു TE വാസുദേവനാണ്. അദ്ദേഹത്തിന് അത് ലഭിക്കുന്നത് 1992. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുമാതിരിപ്പെട്ട ഫാക്ട്സ് ഒക്കെ നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ മറക്കരുത്, പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് നമുക്കറിയാം 4 വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ആദ്യമായി നടന്നത് ന്യൂഡൽഹിയിലാണോ? അല്ല, ഹാമിൽട്ടൺ, കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് 1930 നടക്കുന്നത്. ഏറ്റവും അവസാനം ഏത് വർഷമാണ് നടന്നത്? ഏറ്റവും അവസാനം നടന്നത് 2022 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇനി ന്യൂഡൽഹി, ഇന്ത്യയിലെ കോമൺവെൽത്ത് ഗെയിംസ് എത്ര തവണ നടന്നിട്ടുണ്ട്? ഒരു തവണയാണ് ഇന്ത്യയിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത്. 2010 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇന്ത്യയിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2022 കറണ്ട് അഫെയറിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് 61 മെഡലാണ്. 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും അടക്കം 61 മെഡൽ ലഭിച്ചുകൊണ്ട് ഇന്ത്യ 4ാം സ്ഥാനത്താണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ ആതിഥ്യം വഹിച്ചിട്ടുള്ള രാജ്യം എന്നൊക്കെ
ചോദിക്കുക. അതുപോലെ മോസ്റ്റ്ലി ഒന്നാം സ്ഥാനം ലഭിക്കാറുള്ള രാജ്യമാണ് ഏത്? ഓസ്ട്രേലിയ. ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ. അപ്പോൾ 2022 വിജയി എന്ന് പറയുമ്പോൾ ആരാണ്? ഓസ്ട്രേലിയ ആണ്. ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയയ്ക്കായിരുന്നു. ഇന്ത്യ 4ാം സ്ഥാനമാണ്. 61 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആപ്തവാക്യം ചോദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ ഓരോ ഗെയിംസിൻ്റെയും. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി, ഈക്വാലിറ്റി ആൻഡ് ഡെസ്റ്റിനി ആണ്. ഹ്യൂമാനിറ്റി, ഈക്വാലിറ്റി ആൻഡ് ഡെസ്റ്റിനി എന്നുള്ളതാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആപ്തവാക്യം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഈ ചോദ്യം ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2 ദിവസം മുന്നേ 2024 ഏപ്രിലിൽ നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പഠിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിക്കണം. അപ്പോൾ ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? അപ്പോൾ കലാകായികം എന്നുള്ളൊരു പോർഷനിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കറണ്ട് അഫെയർസും അതിൽ ഇൻക്ലൂഡഡ് ആണല്ലേ. അതുകൊണ്ട് കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ടും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് കോമൺവെൽത്തും ഏഷ്യൻ ഗെയിംസും ഇനിയുള്ള എക്സാമുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? അപ്പോൾ 2022 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ എത്രയാണ് പറഞ്ഞത്? 61 ആണ്. കോമൺവെൽത്തും ഏഷ്യൻ ഗെയിംസും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് മെഡലിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 88, 115, 96, 107. ഏതാണ് ആൻസർ? 107 ചൈനയിലെ ഹാങ്ചോയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് വേറൊരു ചോദ്യമുണ്ട്, അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഏഷ്യൻ ഗെയിംസ് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ 107 മെഡലുകളാണ് നമ്മൾ പറഞ്ഞല്ലേ, മുന്നത്തെ ചോദ്യം അതായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. ഏഷ്യൻ ഗെയിംസിൽ ഈ 107 മെഡലിൽ ഏതൊക്കെയാണ്? എത്ര സ്വർണം കിട്ടി, വെള്ളി ലഭിച്ചു, വെങ്കലം ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എല്ലാം കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസറാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി എക്സാം ഹോളിൽ 28, 38 എന്നൊക്കെയുള്ള നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലമാണ് ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, സ്വർണം സ്കോർ ചെയ്യാനാണല്ലോ കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് സ്വർണത്തേക്കാൾ എന്തായാലും കൂടുതൽ വെള്ളിയാണെന്നുള്ളൊരു നമ്മുടെ മനസ്സിൽ ആ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ 28 സ്വർണം, എല്ലാം 8ൻ്റെ കളികളാണ് അല്ലേ. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. എനിക്കറിയാവുന്ന ചെറിയ കണക്ഷൻസ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലും കിടിലമായിട്ടുള്ള കോഡുകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നല്ല നല്ല കോഡ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം, അങ്ങനെ 107 മെഡലാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 2023 ഇന്ത്യയുടെ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ കലാകായികം എന്നൊരു ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസ് വെച്ച് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കറിയാവുന്ന കണക്ഷൻസ് ഞാൻ പറയാം. ചിലപ്പോൾ അത്ര നല്ല കണക്ഷൻസും കോഡ്സും ഒന്നും ആയിരിക്കില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാണ്. കാരണം അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ 19ാമത് ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ 19ാമത്തെയാണ് ഏഷ്യൻ ഗെയിംസ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നത് 2022, 2023. അപ്പോൾ 2022 നടക്കേണ്ട ഗെയിമായിരുന്നു 2023 നടന്നത്. ചൈനയിലെ ഹാങ്ഷു ഒളിമ്പിക് സ്പോർട്സ് സെൻറ്റർ സ്റ്റേഡിയത്തിൽ, ബിഗ് ലോട്ടസും എന്നറിയപ്പെടുന്ന സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ വേദി ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയിലെ ഹാങ്ഷു സമാപിച്ചു. അത്ലറ്റുകളുടെ പരേഡിൽ ഹോക്കി താരം PR ശ്രീജേഷ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം മലയാളിയായിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. PR ശ്രീജേഷ് ആയിരുന്നു ഇന്ത്യയുടെ പതാക ഏന്തിയത്. ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ രാജ്യങ്ങളായിരിക്കും അല്ലേ. പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ രാജ്യങ്ങളായിരിക്കും. ഇന്ത്യയുടെ മെഡൽ പട്ടിക 107 മെഡലുകളുടെ 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവുമായിട്ടാണ് 107 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഒരുപാട് ഏറ്റവും കൂടുതൽ 100-ന് മേലെ ഇന്ത്യ ആദ്യമായിട്ട് 100-ന് മേലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്നത് 2023 ചൈനയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഏഷ്യൻ ഗെയിംസിലാണെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഹോക്കിയിലായാലും ക്രിക്കറ്റ്, മെന്നായാലും വുമൺ ആയാലും ക്രിക്കറ്റ്, അതുപോലെ കബഡി സ്വർണം നേടിയിട്ടാണ് ഇന്ത്യ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് 2023 ചൈനയിൽ വെച്ച് നടന്ന ഈ ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതും കൂടെ അറിഞ്ഞിരിക്കുക. ജപ്പാനെയാണ് ഹോക്കിയിൽ തോൽപ്പിച്ചത്. ജപ്പാനെ 5-1 തകർത്ത് ഇന്ത്യ
ഇന്ത്യൻ ടീം പുരുഷ ഹോക്കി ടീം ഏഷ്യൻ ഗെയിംസിന് സ്വർണം ലഭിച്ചു. ഇനി ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നമ്മൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ മാസ്കോട്ട് അല്ലെങ്കിൽ സിംബലായിട്ടൊക്കെ പറയുന്നത് ഈ 3 വ്യക്തികളുടെ പേരാണ്. 3 വ്യക്തികളാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ മാസ്കോട്ടുകളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെ പേരുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസ്കോട്ട് എന്ന് പറയുമ്പോൾ കോങ്, ലിയാൻ, ചെൻ. അപ്പോൾ ചൈനീസ് പേരുകളാണ് അല്ലേ. അപ്പോൾ പേരുകൾ ജസ്റ്റ് ഒന്ന് കണ്ടുപരിചയം ഉണ്ടായാൽ മതി. 3 പേരുകൾ കോങ്, ലിയാൻ, ചെൻ. നമ്മൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ ഉള്ള കഥാപാത്രങ്ങളുടെ പോലത്തെ 3 സ്പോർട്ടി റോബോട്ട്സ് ആണ് ഇവരുടെ ഈ ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ മാസ്കോട്ടുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് സ്പോർട്സ് കോമ്പറ്റീഷനാണ് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത്. 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസും നടക്കുന്നത്. ഇനി ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് നമ്മുടെ ഇന്ത്യയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 1951 അതിന് വേദിയാവുന്നത് ഇന്ത്യയാണ്. ദ ഫസ്റ്റ് എവർ ഏഷ്യൻ ഗെയിംസ് വർ ഹെൽഡ് ഇൻ ന്യൂഡൽഹി ഇൻ 1951. ഇനി ഇന്ത്യയിൽ 2 തവണയാണ് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കോമൺവെൽത്ത് പറഞ്ഞു. കോമൺവെൽത്ത് 2010 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ഒറ്റ തവണയാണ് കോമൺവെൽത്ത് ഇന്ത്യയിൽ വെച്ച് നടന്നേക്കുന്നത്. ഇനി ഏഷ്യൻ ഗെയിംസ് ആണെങ്കിൽ 2 തവണ, 1991 ആദ്യമായിട്ടും അതുപോലെ 9ാമത്തെ ഏഷ്യൻ ഗെയിംസ് 1982. രണ്ടും ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. രണ്ടിനും ആതിഥേയത്വം വഹിച്ചുള്ളത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ 2 തവണയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ ഒരു എഡീഷൻ എന്ന് പറയുമ്പോൾ എത്രാമത്തെ എഡീഷനാണ്? 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് 2022. അപ്പോൾ ഡിലേഡ് ബൈ എ ഇയർ ഡ്യൂ ടു കോവിഡ് ആയതുകൊണ്ട് 2023 നടന്നത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. ഹാങ്ഷു, ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ ഹാങ്ഷു എന്ന് പറയുന്ന പ്രദേശത്താണ് നടന്നിട്ടുള്ളത്. മാസ്കോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. 3 സ്പോർട്സ് റോബോട്ടുകളാണ്. കോങ്, ലിയാൻ ആൻഡ് ചെൻ. പാർട്ടിസിപ്പൻസ് 45 രാജ്യങ്ങൾ, 40 സ്പോർട്സ് ഇവൻറ്റ്സ്. 45 രാജ്യങ്ങൾ, 40 സ്പോർട്സ് ഇവൻറ്റ്സ്. അതിൽ തന്നെ 2023 ഏഷ്യൻ ഗെയിംസിന് പ്രത്യേകതയുണ്ട്. പുതിയതായിട്ട് 2 സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയതായിട്ട് 2 സ്പോർട്സ് ഏതൊക്കെയാണ്? ഈ സ്പോർട്സും എല്ലാം ഇപ്പോൾ കൊമേഴ്സ് എല്ലാം കാലഘട്ടമാണല്ലോ അല്ലേ. സോ സ്പോർട്സും ബ്രേക്ക് ഡാൻസും. അപ്പോൾ ബ്രേക്ക് ഡാൻസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ആവേശത്തിൻ്റെ സമയമാണ് അല്ലേ. സോ ബ്രേക്ക് ഡാൻസിങ്ങും സ്പോർട്സൊക്കെ കൊണ്ടുവന്നത് 2023 ചൈനയിൽ വെച്ച് നടന്ന 19ാം ഏഷ്യൻ ഗെയിംസിലാണ്. അടുത്ത സ്ഥലങ്ങൾ വെന്യൂ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇനി 2027 നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് ജപ്പാനും, 2030 ഖത്തറും, 2034 സൗദി അറേബ്യയുമാണ്. അപ്പം ഇനി ഇന്ത്യയുടെ പെർഫോമൻസ് 107 മെഡൽ, 28 ഗോൾഡ്, 38 സിൽവർ, 41 വെള്ളി. ഫസ്റ്റ് ടൈം ഇന്ത്യ ക്രോസ്ഡ് 100 മെഡൽ ആദ്യമായിട്ട് ഇന്ത്യ ക്രോസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസിലാണ്. 4ാമത്തെ പൊസിഷനാണ്. 1ാമത്തെ പൊസിഷൻ ആർക്കാണ്? ഏഷ്യൻ ഗെയിംസിൽ എന്ന് പറയുമ്പോൾ ഏഷ്യൻ ഗെയിംസിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ചൈനയാണ്. 1ാം പൊസിഷനിൽ. 4ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ടോപ്പ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും മെഡലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഇനി മേജറായിട്ട് എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഒളിമ്പിക്സിനൊക്കെ ശേഷം പിന്നെയും ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആർച്ചറി കോമ്പൗണ്ട് ടീം വൺ ഓൾ ദി 5 മെഡൽസ് ഇൻ ദർ കാറ്റഗറി. അപ്പം ആർച്ചറി ടീം എന്ന് പറയുമ്പോൾ അതിലെ ഉള്ള 5 മെഡലും സ്വന്തമാക്കിക്കൊണ്ട് ഉഗ്രൻ പെർഫോമൻസ് ആണ് ആർച്ചറി ടീം കാഴ്ചവെച്ചേക്കുന്നത്. ക്രിക്കറ്റും കബഡിയും ടീംസ് ഈച്ച് ഏൺഡ് 2 ഗോൾഡ് മെഡൽസ്. ക്രിക്കറ്റും കബഡിയും മെൻ ആയാലും വിമൻ ആയാലും ക്രിക്കറ്റിലും കബഡിയിലും സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിം ചരിത്രത്തിൽ ആദ്യമായിട്ട് ജാവലിൻ ത്രോ വനിതാ വിഭാഗം സ്വർണം. പുരുഷ വിഭാഗം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് നീരജ് ചോപ്ര അല്ലേ. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലും അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസിൽ ആദ്യത്തെ സ്വർണ്ണ നേട്ടമാണ്. വനിതാ വിഭാഗത്തിൽ ആർക്കാണ്? അന്നു റാണി. അപ്പം നമ്മൾ നേരത്തെ ഒരു ദേവിക റാണി പറഞ്ഞല്ലേ, അത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച. അപ്പോൾ ഈ റാണിമാർക്കൊക്കെ ആദ്യം കിട്ടും എന്നുള്ളൊരു രീതിയിൽ ചുമ്മാ കണക്ട് ചെയ്താൽ മതി. അന്നു റാണിക്കാണ് ജാവലിൻ ത്രോയ്ക്ക് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിച്ചത്. അതുപോലെ ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാഡ്മിൻ്റണിൽ പുരുഷ ഡബിൾസ് മത്സര ഇനത്തിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു. അത് നേടിയ വ്യക്തികൾ ആരാണ്? സ്വാതിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. അവിടെ ഒരു രാജ് ഉണ്ട് അല്ലേ, സ്വാതിക് സായി രാജ്, രാജാറാണി, രാജും ചിരാഗ് ഷെട്ടി. അപ്പോൾ ഷെട്ടിയും രാജൊക്കെ കൂടിയിട്ടാണ് പുരുഷ ബാഡ്മിൻ്റൺ ഡബിൾസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വർണം നേടിയുള്ളത്. ഓക്കെ, അപ്പം പുരുഷ സിംഗിൾസിൽ വെങ്കലം നേടിയിട്ടുള്ള മലയാളിയാണ് HS
പ്രണോയ്. ബാഡ്മിൻ്റൺ താരമാണ്. ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കലം നേടിയിട്ടുള്ള മലയാളിയാണ് HS പ്രണോയ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പോൾ PSC റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായിട്ടാണ്? ഓപ്ഷൻ സി, കൂടിയാട്ടം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനമാണ് ഓപ്ഷൻ ബി, ഫുട്ബോൾ. ഓപ്ഷൻ ബി, ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഓപ്ഷൻ ഡി, കുമാരനാശാൻ. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ആശാൻ, ആശയഗംഭീരൻ. അപ്പോൾ ഇനി പല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ഡിഗ്രിയിൽ പ്രിലിമിനറി നടന്നിട്ടുണ്ടല്ലേ, അതിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. അപ്പോൾ 10 മാർക്കിനായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഒരേ ക്വസ്റ്റ്യൻ നമ്പർ അടുത്തടുത്ത് വരുന്നത് കാണാനായിട്ട് പറ്റും. അടുത്തടുത്ത 10 ചോദ്യങ്ങൾ ഡിഗ്രിക്ക് ചോദിക്കുന്നുണ്ട്, LD ക്ലർക്കാണെങ്കിൽ 5 മാർക്കിന്. അപ്പോൾ ഈ ഒരു ആശയഗംഭീരൻ അതുപോലെ ഒരുപാട് കവികൾക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ആ ഒരു ഏരിയ PSC ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നെ ബാക്കിയുള്ളവർക്കുള്ള വിശേഷണങ്ങൾ ആദ്യം നോക്കാം അല്ലേ. അപ്പോൾ വള്ളത്തോളാണ് എന്തറിയപ്പെടുന്നത്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നതും ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോനാണ്. എന്തൊക്കെയാണ്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നതും ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോനാണ്. ശബ്ദസുന്ദരനാണ് വള്ളത്തോൾ. ശബ്ദാഢ്യൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഉള്ളൂരാണ്. ശബ്ദാഢ്യൻ എന്ന് പറയുമ്പോൾ അത് ഉള്ളൂരാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോളാണ് ആധുനിക മലയാള കവിത്രയം എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ, ശബ്ദസുന്ദരൻ വള്ളത്തോൾ, ശബ്ദസുന്ദരൻ, ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നതാണ് ഉള്ളൂര്. ഇനി ഇതിൽ തന്നെ ചെറുശ്ശേരിക്ക് ഒരു വിശേഷണമുണ്ട്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നതാണ് ചെറുശ്ശേരി. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. പൂന്താനത്തിനും ഒരു വിളിപ്പേരുണ്ട്. പൂന്താനം അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ സൂർദാസ് എന്നറിയപ്പെടുന്നതാണ് പൂന്താനം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേരള ഇബ്സൻ ആരാണ്? കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവി. ചോസർ ചാച്ച വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. കേരള ചോസർ, ചീരാമ കവി. ഇനി വിപ്ലവ കവി നമ്മൾ വയലാറിൻ്റെ വരികളൊക്കെ ഇടയ്ക്ക് പാടുന്ന ആൾക്കാരൊക്കെയാണ് അല്ലേ. വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. ഇനി കേരള കാളിദാസൻ എന്ന് പറയുമ്പോൾ കാളിദാസ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണല്ലേ. അപ്പോൾ കുറച്ച് വലിയ ആളാണെന്ന് ആലോചിക്കാം. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കേരള വ്യാസനും കാളിദാസൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ. കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴയാണ് കേരള ഓർഫ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നിളയുടെ കഥാകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ് അല്ലേ. ഇപ്പോൾ സിനിമയ്ക്കൊക്കെ തിരക്കഥയൊക്കെ എഴുതുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സുപരിചിതമാണ് MTയുടെ പേര് അല്ലേ. നിളയുടെ കഥാകാരനാണ് MT വാസുദേവൻ നായർ. ഇനി നിളയുടെ കവിയുണ്ട്. നിളയുടെ കവി ആരാണ്? P കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി. ഓക്കെ, ഇനി അതുപോലെ MT വാസുദേവൻ നായറിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാണ്? അതും MT വാസുദേവൻ നായരാണ്. അപ്പോൾ 2 വിശേഷം MT വാസുദേവൻ നായർക്കുണ്ട് അല്ലേ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നതും നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും MT ആണ്. ഇനി തകഴി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നതാണ് തകഴി ശിവശങ്കരപ്പിള്ള. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ വരികൾ അത് എഴുതിയ എഴുത്തുകാരൻ ആരാന്നുള്ളതാണ് അടുത്ത ചോദ്യം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഫേമസ് ആയിട്ടുള്ള വള്ളത്തോളിൻ്റെ വരികളാണല്ലേ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഓപ്ഷൻ A വള്ളത്തോളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പോൾ ഫേമസ് ആയിട്ടുള്ള വരികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ബാക്കി വരികളും കൂടെ ഡിസ്കസ് ചെയ്യാം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ഓപ്ഷൻ സി വാങ്കാരി മതായാണ്. വാങ്കാരി മതായാണ്. ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? സിറ്റാഡൽ എന്ന നോവൽ രചിച്ചത് ഓപ്ഷൻ ഡി ആണ് എ.ജെ. ക്രോണിൻ. എ.ജെ. ക്രോണിനാണ് സിറ്റാഡൽ എന്ന നോവല് രചിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏതു ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഏത് ജില്ലയിലാണ് അലാമിക്കളി കണ്ടുവരുന്നത്? ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്. കാസർഗോഡാണ്. അലാമിക്കിളി എവിടെയാണ്? കാസർഗോഡാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം അലാമിക്കിളിയുടെ ഒരു ഇമേജ് നമുക്കിവിടെ കാണാം. 4 നൂറ്റാണ്ട് പിന്നിട്ട് കാസർഗോഡിൻ്റെ സ്വന്തം അലാമി കളി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഇനി മറ്റൊരു കവിത കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ. എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? അപ്പോൾ ഇവിടെ ഒരു ഹിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പം ഈ വരികൾ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ ഈ മഹാകവി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കവിയും കൂടിയാണ് നിളയുടെ കവി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതുണ്ട് ഭൂമിയിൽ എന്ന കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണ്. 2023 പുറത്തിറങ്ങിയ ദി കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാറുണ്ട്. 2023 ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ. അപ്പോൾ ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദി കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസാണ്. ആരാണ്? ഓപ്ഷൻ എ എബ്രഹാം വർഗീസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2023 പുറത്തിറങ്ങിയ മറ്റു കുറച്ച് പുസ്തകങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം. നയേ ഭാരത് കെ സംവേദ. നയേ ഭാരത് കാ സംവേദ. നയേ ഭാരത് കാ സംവേദ ആരുടെ പുസ്തകമാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പുസ്തകമാണ് നയേ ഭാരത് കാ സംവേദ. അപ്പോൾ ഇനി അടുത്തത് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ പുസ്തകമാണ്? ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ഇനി നിലാവ് കുടിച്ച സിംഹങ്ങൾ അത് എസ് സോമനാഥിൻ്റെ ഒരു ആത്മകഥയാണ്. എസ് സോമനാഥ് എന്ന് പറയുമ്പോൾ ആരാണ്? ISROയുടെ ചെയർമാനാണ് അല്ലേ എസ് സോമനാഥ്. അപ്പോൾ ഈ ഓട്ടോബയോഗ്രഫിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം പത്രത്തിലും ശ്രദ്ധേയമായിരുന്നു ഈ ഒരു പുസ്തകത്തിൻ്റെ പേര്. ചോദിക്കാൻ സാധ്യതയുണ്ട്. നിലാവ് കുടിച്ച സിംഹങ്ങൾ. അപ്പോൾ ISRO ചെയർമാനാണല്ലോ ഇപ്പോഴും നിലാവിനെ കുറിച്ചും ഒക്കെയാണ്. കാരണം ആകാശത്തെ കാഴ്ചകളാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ISRO ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യുക. നിലാവ് കുടിച്ച സിംഹങ്ങളാണ് എസ് സോമനാഥിൻ്റെ ആത്മകഥ. ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ ആരുടെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്? അമിതാഭ് കാന്തിൻ്റെ പുസ്തകമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് ആരോഗ്യത്തിൻ്റെ നമ്മുടെ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞ പേരാണ് കെ ശൈലജ ടീച്ചർ അലോങ് വിത്ത് മഞ്ജു സാറ രാജനും കൂടെ ചേർന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. ഇനി ദ ഗോൾഡൻ ഇയേഴ്സ് ഇസ് എ ഫേമസ് ബുക്ക് ബൈ റസ്കിൻ ബോണ്ട്. അപ്പോൾ ബോണ്ട് ഗോൾഡ് മാച്ച് ഉണ്ടല്ലോ. ഗോൾഡൻ ഇയേഴ്സ് ബൈ റസ്കിൻ ബോണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നയേ ഭാരത് കാ സംവേദ. അപ്പോൾ ഭാരത് എന്നുള്ള പേര്, ഇന്ത്യ എന്നുള്ള പേരൊക്കെ ഇഷ്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അത് ആരുടെ കൃതിയാണ്? നരേന്ദ്രമോദിയുടെ കൃതിയാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ബൈ ജനറൽ മനോജ് മുകുന്ദ് നരവനെ. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെയാണ്? എസ് സോമനാഥ്. മെയ്ഡ് ഇൻ ചൈന ബൈ അമിതാഭ് കാന്ത്. മൈ ലൈഫ് വാസ് എ കോമ്രേഡ് ബൈ കെ ശൈലജ ആൻഡ് മഞ്ജു സാറ രാജൻ. ദ ഗോൾഡൻ ഇയേഴ്സ് ബൈ റസ്കിൻ ബോണ്ട്. ഓക്കെ, സെറ്റല്ലേ? അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റാത്തവർ ബ്രേക്കൊക്കെ എടുത്ത് ഇടയ്ക്കൊന്ന് നടന്ന് ഒക്കെ കണ്ടു തീർക്കാനായിട്ട് പറ്റുക. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് കുറച്ച് ഡീപ്പായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ബുക്സ്. നമ്മളിപ്പോൾ പറഞ്ഞ ബുക്സ് ഇന്ത്യയിലത്തെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇനി ഈ ചോദ്യം അടക്കം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യം എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണലി കുറച്ചും കൂടെ ഫേമസ് ആയിട്ടുള്ള 2023 ബുക്കാണ്. അപ്പം അങ്ങനെ കുറച്ച് പുസ്തകം കൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ,
യെല്ലോ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് 2023 പുസ്തകമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ചോദ്യം ഉണ്ടല്ലോ, ദി കവനൻറ്റ് ഓഫ് വാട്ടർ, അത് ആരുടെ കൃതിയാണ്? എബ്രഹാം വർഗീസാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് 2023 പുസ്തകം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് 10 എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, കാരണം അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ യെല്ലോ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ആരുടെയാണ്? RF ക്വാങ്. കറക്റ്റാണോ പ്രൊണൗൺസിയേഷൻ എന്ന് അറിഞ്ഞുകൂടാ. RF ക്വാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെയാണ് യെല്ലോ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. മഞ്ഞ എന്ന് പറയുമ്പോൾ യെല്ലോ പ്രൊനൗൺസ് ചെയ്യാനൊക്കെ യെല്ലോ, ഒരു ബാക്കി റെഡ് ബ്ലൂ എന്നൊക്കെ പറയണ പോലെയല്ല അല്ലേ? യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് യെല്ലോയ്ക്ക്. അതുപോലെയാണ് ക്വാങ് യെല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെറിയ കണക്ഷൻസ് വെച്ചിട്ട് ആലോചിച്ചിരിക്കുക. അടുത്തത് ദി ഫ്രോഡ്. അപ്പോൾ ഫ്രോഡുകളായ എന്താ ഉണ്ടാവുക? ഫ്രോഡുകളായ അവസാനം കുറേ ഫ്രോഡ് തരമൊക്കെ കാണിച്ച് അവസാനം ചാവും. അങ്ങനെ കണക്ട് വയ്ക്കുക. സാഡി സ്മിത്താണ്. അപ്പോൾ ഈ ഡൈ എന്നുള്ള സ്പെല്ലിംഗ് ആണ് ഞാൻ മരിക്കും എന്നുള്ളത് ജസ്റ്റ് കണക്ട് ചെയ്തേക്കണത്. സാഡി സ്മിത്ത്, സാഡി. ഇപ്പോൾ സാഡൈ എന്ന് വല്ലതും പഠിച്ചു വയ്ക്കുക. ഡൈ മരിക്കും, ഫ്രോഡായിട്ട് അവസാനം മരിക്കും. സാഡി സ്മിത്തിൻ്റെ കൃതിയാണ് ദി ഫ്രോഡ് എന്നുള്ളത്. അടുത്തത് ബയോഗ്രഫി ഓഫ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോൾ എക്സ് ഗേൾ ഫ്രണ്ട്, എക്സ് ബോയ് ഫ്രണ്ട് ഒക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കാതറിൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരത്തിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ കുറിച്ചിട്ട് ഇങ്ങനെ എഴുതി, എക്സ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഒരു ബയോഗ്രഫി അങ്ങ് എഴുതി. നീ എന്നെ തേച്ചിട്ട് പോയില്ലേ എന്നൊക്കെ എഴുതിയെന്ന് വെറുതെ ആലോചിച്ച് വയ്ക്കുക. കാതറിൻ ലാസയുടെ പുസ്തകമാണ് ബയോഗ്രഫി ഓഫ് എക്സ്. അപ്പോൾ ഇനി മറക്കില്ലല്ലോ. അടുത്തത് ബിർനാം വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ആരെഴുതിയതാണ്? എലനോർ കാറ്റൻ ആണ് ബിർനാം വുഡ് എന്നുള്ള പുസ്തകം എഴുതിയുള്ളത്. അപ്പോൾ ഈ വുഡ് കോട്ടൺ അങ്ങനെ കണക്ട് ചെയ്യുക. വുഡ് കോട്ടൺ, ബിർനാം വുഡ് എന്ന പുസ്തകം എഴുതിയേക്കുന്നത് എലനോർ കാറ്റൻ ആണ്. ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ വുഡ് എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ദ ബീ സ്റ്റിങ്. എന്താണ് ദ ബീ സ്റ്റിങ്? അപ്പോൾ നമ്മൾ ഈ സ്റ്റിങ് മാറ്റിയിട്ട് ചുമ്മാ സിങ് എന്നാക്കുക. അപ്പോൾ ബീ, തേനീച്ചകളൊക്കെ പാട്ട് പാടാമെന്ന് വിചാരിക്കുക. നമുക്കിങ്ങനെ ഒരു റേ അങ്ങനെ ഒരു സൗണ്ടാണ് നമുക്ക് കേൾക്കുക അല്ലേ? അപ്പോൾ പോൾ മുറേ അങ്ങനെ ഒരു സൗണ്ടാണ് തേനീച്ച ഉണ്ടാക്കണേന്ന് ജസ്റ്റ് വിചാരിക്കുക. എനിക്കറിയില്ല ഈ വീഡിയോ ചെയ്ത് വരുമ്പോൾ കോമഡിയായി പോകുമെന്ന്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ദ ബീ സ്റ്റിങ് ആ ഒരു ലെവലിൽ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ കോഡ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ദ ബീ സ്റ്റിങ് ആരുടെയാണ്? പോൾ മുറയുടെയാണ് ദ ബീ സ്റ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. അപ്പം ഇനി മറക്കില്ലല്ലോ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദി കവനൻറ്റ് ഓഫ് വാട്ടർ, ചോദിച്ചുള്ളതാണ് എബ്രഹാം വർഗീസാണ്. ഓക്കെ, ഇനി 2-3 കൂടെ നോക്കാം അല്ലേ? അപ്പോൾ അടുത്തത് ഏജ് ഓഫ് വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത് ആരാണ്? ദീപ്തി കപൂർ ആണ് ഏജ് ഓഫ് വൈസ് എഴുതിയേക്കുന്നത്. ആരാണ്? ദീപ്തി കപൂർ. ഇനി ഓൾ ദി സിന്നേഴ്സ് ബ്ലീഡ്. അപ്പോൾ പാപി, സിന്നർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാപി അല്ലേ? അപ്പോൾ പാപി എന്തായാലും രക്തം ചൊരിക്കും അല്ലേ? അപ്പോൾ പാപി എന്ത് തെറ്റുകൾ ചെയ്തിട്ട് അവസാനം ഇങ്ങനെ രക്തം ചൊരിക്കുക. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. S.A. കോസ്ബി ആണ് ഓൾ ദി സിന്നേഴ്സ് ബ്ലീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയേക്കുന്നത്. ഇനി ഇതും കൂടെ നോക്കി നമുക്ക് നിർത്താം. ഓഗസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. ഓഗസ്റ്റ് ബ്ലൂ എഴുതിയേക്കുന്നത് ഡിബ്രോ ലെവി ആണ്. ആരാണ്? ഡിബ്രോ ലെവി. അപ്പോൾ ഓഗസ്റ്റ് വേറൊരു മാസമാണ് ഡിസംബർ അല്ലേ? അപ്പോൾ ഡിബ്രോ എന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഡിസംബർ ആയിട്ട് പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ഡിബ്രോ ലെവി. ഇത്രയും പുസ്തകമാണ് നമ്മൾ നോക്കുന്നത്. ഈ പറഞ്ഞത് പെട്ടെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. കോഡൊക്കെ വർക്ക് ആവുണ്ടോ? യെല്ലോ ഫേസ് ആരാണ് എഴുതിയേക്കുന്നത്? RF ക്വാങ് ആണ് യെല്ലോ ഫേസ്. ദി ഫ്രോഡ് ആരാണ്? സാഡി. ഡൈ എന്നാലോചിക്കുക. സാഡി സ്മിത്ത്. ബയോഗ്രഫി ഓഫ് എക്സ് ബൈ കാതറിൻ ലേസി. ബിർനാം വുഡ് നമ്മൾ എന്താ പറഞ്ഞ? വുഡ് പറയുമ്പോൾ കോട്ടൺ ആലോചിക്കുക. എലനോർ കാറ്റൻ. ദ ബീ സ്റ്റിങ്. ബി എങ്ങനെയാണ്? തേനീച്ച എങ്ങനെയാണ്? മുറേ. പോൾ മുറയാണ് ബീ സ്റ്റിങ് എഴുതിയേക്കുന്നത്. ദ കവനൻറ്റ് ഓഫ് വാട്ടർ ബൈ എബ്രഹാം വർഗീസ്. പിന്നെ ഏജ് ഓഫ് വൈസ് ബൈ ദീപ്തി കപൂർ. ഓൾ ദി സിന്നേഴ്സ് ബ്ലീഡ് ബൈ S.A. കോസ്ബി. പാപിക്ക് എന്തെങ്കിലും രക്തച്ചൊരിയാണെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. കോസ്ബി. ഓഗസ്റ്റ് പറയുമ്പോൾ ഡിസംബർ ആലോചിക്കുക. ഡിബ്രോ ലെവിയാണ് ഓഗസ്റ്റ് എഴുതിയേക്കുന്നത്. ഓക്കെ, 1-2 കൂടി ഉണ്ട്. അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വായിച്ച് പഠിക്കാം. ഓക്കെ, അടുത്തത് അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിൻ്റെ പേര്. കഥക്, സാത്രിയ, ഒഡീസി, ചൗ. ഓപ്ഷൻ ബി സാത്രിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഓരോ നാട്ടിലെയും ഈ നൃത്തം ആ ഒരു മേഖലയിൽ നിന്ന് PSC ചോദിക്കാറുണ്ട്. നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് കാണാം. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്?
ദക്ഷിണേഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാഫ്, സൗത്ത് ഏഷ്യൻ ഗെയിംസ് അഥവാ സാഫ് ഗെയിമുകളുടെ മുദ്രാവാക്യം. അപ്പോൾ മുദ്രാവാക്യം PSC റീസെൻ്റ്ലി ചോദിക്കുന്നുണ്ട്. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമാധാനം, സമൃദ്ധി, പുരോഗതി. സമാധാനം, സമൃദ്ധി, പുരോഗതി. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനപീഠം പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ നിർബന്ധമായിട്ടും നോക്കണം. അപ്പോൾ ഈ വർഷങ്ങളെല്ലാം ഓരോ വ്യക്തികൾക്ക് ജ്ഞാനപീഠം നേടിയിട്ടുള്ളതാണ്, ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ തന്നെ MT വാസുദേവൻ നായർക്ക് ഏത് വർഷമാണ്? 1995. അപ്പോൾ നമ്മൾ ജനിച്ച വർഷത്തോടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജനിച്ച വർഷമാണ് 95. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജനിച്ച വർഷമാണ് MT വാസുദേവൻ നായർ പോലെയുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഇനി 2007 ആർക്കാണ് ലഭിച്ചേക്കുന്നത്? ONV കുറുപ്പിനാണ് അല്ലേ? 2007 ONV കുറുപ്പിന് ലഭിച്ചിട്ടുള്ളത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ONV കുറുപ്പിനൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അതിലേതാണ് തെറ്റായതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ജ്ഞാനപീഠം നേടിയിട്ടുള്ള വ്യക്തികൾ അവരുടെ വർഷം ഏറ്റവും മിനിമം അറിഞ്ഞിരുന്ന ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതായത് മുന്നേ ഒരു ഡിഗ്രി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ചില ഫാക്ട്സ് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ 2008 ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതായിരുന്നു അതിലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് തെറ്റാന്ന് നമുക്കറിയാം. കാരണം 2007 നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഫാക്ടറാണ്. അപ്പോൾ അതറിഞ്ഞാൽ തന്നെ അതിൻ്റെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖല കൂടിയാണ് ജ്ഞാനപീഠ പുരസ്കാരം. 1984 തകഴിക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം 6 പേർക്കാണ് മലയാളികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവരെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം പെട്ടെന്ന് നോക്കാം. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? G. ശങ്കരക്കുറുപ്പ്. G ആണ് ആദ്യത്തെ. G. ശങ്കരക്കുറുപ്പ് 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് G. ശങ്കരക്കുറുപ്പിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനിച്ച സ്ഥലമൊക്കെ പറയുന്നുണ്ട്. രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വേണമെങ്കിൽ തരാം. രാജ്യസഭാംഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു G. ശങ്കരക്കുറുപ്പ്. 1968 രാജ്യസഭാംഗമായിട്ടുള്ളത്. സാഹിത്യ കൗതുകം, വെള്ളിപ്പറവകൾ, ചെങ്കതിരുകൾ, ഇതളുകൾ, ഓടക്കുഴൽ, സൂര്യകാന്തി, വിശ്വദർശനം, ഓർമ്മയുടെ ഓളങ്ങളിൽ, ഗീതാഞ്ജലി, ഇളം ചുണ്ടുകൾ, സാഹിത്യ പരിചയം എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. അടുത്തത് SK പൊറ്റക്കാട്. അപ്പോൾ 1981 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് SK പൊറ്റക്കാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? ജ്ഞാനപീഠം ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം 1981 ലഭിച്ചിട്ടുള്ളത്. കോഴിക്കോടാണ് ജനനം. സഞ്ചാര സാഹിത്യകാരൻ പ്രധാനിയാണ്. 1962-67 കാലഘട്ടത്തിൽ ലോക്സഭ അംഗമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും MP-മാരാണ് അല്ലേ? ഒരാൾ രാജ്യസഭയിലെ G. ശങ്കരക്കുറുപ്പ് രാജ്യസഭാംഗമായിരുന്നു. SK പൊറ്റക്കാട് ലോക്സഭാ അംഗമായിരുന്നു. ഒരു ദേശത്തിൻ്റെ കഥ, അതുപോലെ ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം. നാടൻ പ്രേമമൊക്കെ PSC മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തെരുവിൻ്റെ കഥയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ. അപ്പം അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. സഞ്ചാര സാഹിത്യകാരന്മാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ പേരുകളാണ് കൂടുതലും. ഒരു ദേശത്തിൻ്റെ കഥ, വിഷകന്യക, ഒരു തെരുവിൻ്റെ കഥ, നാടൻ പ്രേമം, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. അടുത്തത് തകഴി ശിവശങ്കരപ്പിള്ള. തകഴിക്ക് 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ വ്യക്തി. 1912 തകഴിയിലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് ശിവശങ്കരപ്പിള്ള എന്നാണ് പേര്. ജനിച്ച സ്ഥലമാണ് തകഴി എന്നുള്ളതൊരു സ്ഥലപ്പേരാണല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മോപ്പസാങ്, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് തകഴി. അപ്പോൾ മോപ്പസാങ് കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കഥകൾ എഴുതിയതിനാൽ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. കർഷകന്റെ ജീവിതവും വേദനയും വർണ്ണിക്കുന്നതിൽ മികവ് കാട്ടിയ തകഴിയെ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ കുട്ടനാടിൻ്റെ കഥാകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. നിളയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞു നിളയുടെ കവി ആരാണ്, നിളയുടെ കഥാകാരൻ ആരാന്ന് നേരത്തെ പറഞ്ഞു അല്ലേ. നിളയുടെ കഥാകാരൻ MT, കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി. രണ്ടിടങ്ങഴി, ചെമ്മീൻ, കയർ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകളൊക്കെ തകഴിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. 84 ജ്ഞാനപീഠവും വയലാർ അവാർഡും, 85
പത്മഭൂഷൺ ബഹുമതിയും നേടിയിട്ടുണ്ട്. 1994 കേരള സർക്കാരിൻ്റെ സാഹിത്യത്തിനുള്ള പരമോന്നത പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്തത് MT വാസുദേവൻ നായർ 95 ഇതിൻ്റെ ഒരു ചോദ്യമായിരുന്നല്ലേ. 1995 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമാണ്. 4ാമത്തെ മലയാളിയുമാണ് MT വാസുദേവൻ നായർ. അപ്പോൾ ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് MT വാസുദേവൻ നായർ. 1933 പൊന്നാനിയിലാണ് ജനനം. നാലുകെട്ട്, അസുരവിത്ത് തുടങ്ങിയ നോവലുകളാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 5 ചലച്ചിത്രങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചോദ്യമായിരുന്നു, സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ MT എഴുത്ത് മാത്രമല്ല തിരക്കഥ എഴുതും, അതുപോലെ തന്നെ സംവിധാനവും ചെയ്തിട്ടുണ്ട്. 5 സിനിമകൾ ഇമ്പോർട്ടൻ്റ് ആണ്. തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നിരവധി തവണ നേടി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. 2004 പത്മഭൂഷൺ ബഹുമതിയും 2011 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. ആർക്ക്? MTക്ക്. ഓക്കെ, ഇനി അടുത്തത് ONV കുറുപ്പ്. നിങ്ങൾക്ക് റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വായിച്ചു പോകുന്നത്. 2007 ജ്ഞാനപീഠ പുരസ്കാര ജേതാവും ജ്ഞാനപീഠം നേടിയ 5ാമത്തെ മലയാളിയുമാണ് ONV കുറുപ്പ്. 1931 കൊല്ലത്ത് ചവറയിലാണ് ജനനം. കലാമണ്ഡലം, കേരള കലാമണ്ഡലത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. 1949 പൊരുതുന്ന സൗന്ദര്യം എന്ന ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കി. പിന്നെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ. അപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ, അത് ഫേമസ് ആയിട്ടുള്ള കുമാരനാശാൻ്റെ വരികളാണ് അല്ലേ. കുമാരനാശാൻ്റെ വരികളാണ് നമ്മൾ പൂരങ്ങളുടെ പൂരമായ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടി പറയുന്ന ഒരുപാട് നമ്മൾ ചിരിച്ചൊരു സീനും കൂടിയാണ് അല്ലേ. അപ്പോൾ ആ കവിത എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ആ വരികൾ ആരുടെയാണ്? ആ വരികൾ ആരുടെയാന്ന് ചോദിച്ചാൽ കുമാരനാശാൻ്റെ ദുരവസ്ഥയിൽ. അപ്പം അത്രയും മോശം അവസ്ഥയായതുകൊണ്ട് ആ ചട്ടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കവി ആഹ്വാനം ചെയ്യുകയാണ് അല്ലേ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്നുള്ളത് ദുരവസ്ഥ കുമാരനാശാൻ്റെയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത ആരുടെയാണ്? അത് ONV കുറുപ്പിൻ്റെയാണ്. അപ്പോൾ തെറ്റരുത്. ദാഹിക്കുന്ന പാനപാത്രം, ഉജ്ജയിനൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. അഗ്നിശലഭങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഉപ്പിന് വയലാർ അവാർഡും. അപ്പോൾ വയലാർ അവാർഡൊക്കെ ONV കുറുപ്പിൻ്റെ ഏത് കൃതിക്കാന്നുള്ളതൊക്കെ മുൻവർഷ ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അക്ഷരം എന്ന് പറഞ്ഞ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1998 പത്മശ്രീ, 2010 പത്മവിഭൂഷൺ ലഭിച്ചു. 2007 ജ്ഞാനപീഠ പുരസ്കാരം. അതേ വർഷം തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നിരവധി തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും 1 തവണ ദേശീയ അവാർഡും നേടിയിട്ടുണ്ട്. 2016 ഇദ്ദേഹം മരണമടഞ്ഞു. അപ്പം ONV കുറുപ്പിനെ കുറിച്ച് നമ്മൾ നോക്കി. ഇനി ലാസ്റ്റ് 6ാമത്തെ മലയാളി, ജ്ഞാനപീഠം നേടിയ 6ാമത്തെ മലയാളിയാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവും 6ാമത്തെ മലയാളിയും. 1926 പാലക്കാട്ട് കുമരനെല്ലൂരിലാണ് ജനിച്ചത്. 1972 ബലിദർശനം, ഈ കൃതി ആരുടെയാണ്? ബലിദർശനം അക്കിത്തത്തിൻ്റെയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും. 75 നിമിഷക്ഷേത്രം ബലിദർശനം ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. ഇതൊക്കെ ആരുടെ കൃതികളാണെന്നുള്ളത് ചോദിച്ചതാണ്, അക്കിത്തത്തിൻ്റെയാണ്. പിന്നെ 2004 അമൃത കീർത്തി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2008 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അക്കിത്തത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്പർശമണികൾ, 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, മാനസപൂജ, മനോരഥം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം തുടങ്ങി ധാരാളം കൃതികൾ ഇദ്ദേഹം രചിച്ചു. ശ്രീ മഹാഭാഗവതത്തിൻ്റെ പരിഭാഷയും ഇദ്ദേഹം രചിക്കുകയുണ്ടായി. 2020 ഒക്ടോബർ 15. ഈ ഡേറ്റ് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. PSC ഇപ്പം ഇങ്ങനെ ഡേറ്റുകൾ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ വിയോഗത്തിൻ്റെ ഡേറ്റുകൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. 2020 ഒക്ടോബർ 15 ചരമം അടഞ്ഞത്. ഇപ്പോൾ 2023 ഇതുപോലെ വിയോഗങ്ങൾ സംഭവിച്ചിട്ടുള്ള, 2024 തുടക്കത്തിലൊക്കെ ഇങ്ങനെ വിയോഗപ്പെട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡേറ്റ് അടക്കം നമ്മൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇതിന് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല. നമ്മൾ ജ്ഞാനപീഠം എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ PDF ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ഇപ്പോൾ പെട്ടെന്ന് ഫാക്ട്സ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമാ പാട്ടൊക്കെ ഉണ്ട് അല്ലേ, മോഹൻലാലിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്. പുന്നമടക്കായലിൽ അദ്ദേഹം തോണി തുഴയുന്നത്, വള്ളംകളി കളിക്കുന്നത് ആലോചിക്കുക. നെഹ്റു ട്രോഫി പുന്നമടക്കായൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കേരള
കേരള മോപ്പസെൻറ്റ് നമ്മൾ പറഞ്ഞു, കേരള മോപ്പസെൻറ്റ് എന്നറിയപ്പെടുന്നിട്ട് ജ്ഞാനപീഠ ജേതാവ് കൂടിയായ തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ളയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ കേരള കാളിദാസൻ ആരാണ്? അത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ബാക്കി ഒരുപാട് ഫാക്ട്സ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് സ്ഥലമാണ്? ഓപ്ഷൻ ബി തൃപ്പൂണിത്തറ. റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം തൃപ്പൂണിത്തറ. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? കുച്ചിപ്പുടി എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ ആസാമിലത്തെ ഏത് ഫേമസ് ആയിട്ടുള്ള നൃത്തരൂപം ഏതാണ്? സാത്രിയ. നേരത്തെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഓരോ പ്രദേശത്തെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇതുപോലെ നൃത്തരൂപങ്ങൾ ചോദിക്കാറുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കണം. അപ്പോൾ ഇന്ത്യയിലാകെ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 8 എണ്ണമാണ്. എത്രയാണ്? നൃത്തരൂപങ്ങൾ 8 എണ്ണമാണ് ക്ലാസിക്കൽ പദവിയുള്ള ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾ. അതിൽ കേരളത്തിൽ നിന്നുള്ള ഏത് നൃത്തരൂപമാണ് ആ ഒരു 8 എണ്ണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ നമ്മൾ എന്തായാലും ഒരിക്കലും മറക്കില്ല. കാരണം റീസെൻ്റ്ലി വാർത്തകളിൽ കത്തി നിറഞ്ഞ സത്യഭാമേ സത്യഭാമേ അതിലേതാണ്? മോഹിനിയാട്ടം. എൻ്റെ പൊന്നെ, നമ്മളങ്ങനെ എന്തെല്ലാം പറയും. മോഹിനിയാട്ടമാണ് ഈ 8 നൃത്തരൂപങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നൃത്തരൂപം. പിന്നെ പലരും ഭരതനാട്യം, നമ്മൾ ഇപ്പം മത്സരത്തിനൊക്കെ ഒരുപാട് ഭരതനാട്യമാണ് കുറച്ചും കൂടെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഭരതനാട്യം കേരളത്തിലാണെന്ന് ബിഗിനേഴ്സിന് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ടാവും. അങ്ങനെയല്ല, അത് തമിഴ്നാടിനുള്ള ഒരു ആർട്ട് ഫോമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. അതും ഈ 8 എണ്ണത്തിൽ മറ്റൊരെണ്ണമാണ്. അപ്പം മോഹിനിയാട്ടം, ഭരതനാട്യം, പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഏതൊക്കെയായിരിക്കും? കഥകളി അല്ലേ. കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ട് ഫോമാണ് കഥകളി. കഥകളി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ കുച്ചിപ്പുടി, നമ്മളിതൊരു പാക്കേജ് ആയിട്ടാണ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നൊരു പാക്കേജ് ഒക്കെയാണ് ആയിട്ടാണ് ചെറുതായിട്ട് ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ പറയാറല്ലേ. അപ്പോൾ അങ്ങനെ കുച്ചിപ്പുടിയുണ്ട്. പിന്നെ സാത്രിയ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആസാമിൻ്റെ സാത്രിയ. പിന്നെ ഒഡീഷയുടെ ഒഡീസി നൃത്തരൂപം, കഥക്ക് നൃത്തരൂപം, മണിപ്പൂരിൻ്റെ മണിപ്പൂരി. ഇപ്പോൾ 8 എണ്ണമാണ് ക്ലാസിക്കൽ പദവിയുള്ളത്. ഒന്നുകൂടെ പറയാം: ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, അതുപോലെ സാത്രിയ, ഒഡീസി, കഥക്ക്, മണിപ്പൂരി. 8 എണ്ണത്തിനാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപത്തിൻ്റെ പദവിയുള്ളത്. ഇനി കുറച്ച് നൃത്തരൂപങ്ങൾ അത് ഏത് പ്രദേശത്തുള്ളതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ നോക്കാം. യക്ഷഗാനം കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് യക്ഷഗാനം എന്ന് പറയുന്നത്. ഭാംഗ്ര എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബല്ലെ ആ ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ടല്ലോ, പഞ്ചാബുകാർ കളിക്കുന്ന ഡാൻസില്ലേ, അങ്ങനത്തെ ഒരു ഡാൻസാണ് ഈ ഭാംഗ്ര എന്ന് പറയുന്നത്. അത് പഞ്ചാബിലത്തെ നൃത്തരൂപമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ബിഹു സാത്രിയ എന്നൊക്കെ പറഞ്ഞാൽ അത് അസമിലത്തെ നൃത്തരൂപങ്ങളാണ്. ബിഹു സാത്രിയ ഒക്കെ അസമിലത്തെ നൃത്തരൂപമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുച്ചിപ്പുടി എന്നുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭരതനാട്യം തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം കൂടിയാണ് ഈ ഭരതനാട്യം എന്ന് പറയുന്നത്. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം എന്നൊക്കെ പറയുന്നതും ഇതുതന്നെയാണ്. ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം. അപ്പോൾ ദാസിയാട്ടം എന്നൊക്കെ കേൾക്കുമ്പം അത് മോഹിനിയാട്ടം എന്നൊക്കെ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ദാസിയാട്ടം, ചലിക്കുന്ന കാവ്യം എന്നൊക്കെ പറയുന്നത് ഭരതനാട്യത്തെയാണ്. അപ്പോൾ കലാമണ്ഡലം സത്യഭാമ, നമ്മളിപ്പോൾ ന്യൂസിൽ കാണുന്ന സത്യഭാമയല്ല, വേറെ ഫേമസ് ആയിട്ടുള്ള ഒരു സത്യഭാമ ഉണ്ടായിരുന്നു. ഏത് മേഖലയിലാണ് ഫേമസ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അത് മോഹിനിയാട്ടമാണ്. നമ്മളിപ്പോൾ ന്യൂസിൽ കാണുന്ന സത്യഭാമയല്ല, മുന്നേ ഒരു സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ ഫാക്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവൻറ്റിൻ്റെ പേരാണ് പാരാലിമ്പിക് ഗെയിമുകൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ട്രൂ അബൌട്ട് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ചെറുതുരുത്തി. ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചെറുതുരുത്തി അല്ലെങ്കിൽ കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്?
തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലാണ്. കേരള കലാമണ്ഡലം 1930 സ്ഥാപിതമായി. അതും കറക്റ്റാണ്. അപ്പോൾ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. മാങ്കുളം മുകുന്ദരാജിന് കേരള കലാമണ്ഡലത്തിൻ്റെ അടിത്തറയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. കറക്റ്റാണ്. വള്ളത്തോൾ നാരായണ മേനോനും മാങ്കുളം മുകുന്ദരാജനും കേരള കലാമണ്ഡലത്തിൻ്റെ അടിത്തറയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഓക്കെ, സോ എല്ലാതും കറക്റ്റാണ്. ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഓതേർഡ് ബൈ വള്ളത്തോൾ നാരായണ മേനോൻ? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ രചിക്കാത്തത് ഏതാണ്? എൻ്റെ ഗുരുനാഥൻ, കൊച്ചു സീത, അച്ഛനും മകളും. ഇതൊക്കെ വള്ളത്തോളിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. ഓണപ്പാട്ടുകാരാണ് അല്ലാത്തത്. അപ്പോൾ ഓണപ്പാട്ടുകാർ ആരാണ് എഴുതിയേക്കുന്നത്? ഓണപ്പാട്ടുകാർ എഴുതിയേക്കുന്നത് വൈലോപ്പിള്ളിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓണപ്പാട്ടുകാരാണ് എഴുതാത്തത്. ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? അപ്പം കൃതികളും എഴുത്തുകാരും കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ട് പൊരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. കൈമുദ്രകൾ സേതു. ഇതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. കൈമുദ്രകൾ എന്ന കൃതി ആരുടെയാണ്? സേതു. ഇതാണ് കറക്റ്റ്. അപ്പോൾ ബാക്കിയുള്ളതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കണ്ടേ? നൃത്തം ആരുടെ കൃതിയാണ്? നൃത്തം എം മുകുന്ദൻ്റെ കൃതിയാണ്. നൃത്തം എന്ന കൃതി എം മുകുന്ദൻ്റെ കൃതിയാണ്. തെറ്റാണ്. ഡൽഹി ഗാഥകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കൃതിയാണ്. ഡൽഹി ഗാഥകളും എം മുകുന്ദൻ്റെ തന്നെയാണ്. ഡൽഹി ഗാഥകൾ എം മുകുന്ദൻ. കുടിയൊഴിക്കൽ എന്ന് പറയുന്നത് വൈലോപ്പിള്ളിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ്. ഓക്കെ, അപ്പോൾ മറക്കരുത്. നൃത്തം എഴുതിയേക്കുന്നത് എം മുകുന്ദൻ, ഡൽഹി ഗാഥകൾ ഓൾസോ എം മുകുന്ദൻ, കുടിയൊഴിപ്പിക്കൽ വൈലോപ്പിള്ളി. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഭരതനാട്യം. തെറ്റാണ്. മോഹിനിയാട്ടമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇപ്പോൾ കുച്ചിപ്പുടി നമ്മൾ പറഞ്ഞു ആന്ധ്ര, ഭരതനാട്യം തമിഴ്നാടു, കഥക് എന്ന് പറയുമ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സിൽ നിന്നാണ് പൊതുവേ പറയുന്നത്. ഓക്കെ, നോർത്തേൺ സ്റ്റേറ്റ്സിലാണ് ഉത്ഭവം. രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് വീണ മീട്ടുന്ന സ്ത്രീയും ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും ഒക്കെ രാജാ രവിവർമ്മയുടെ സൃഷ്ടി ആണ്. അല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര്? അപ്പോൾ കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വ്യക്തി, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതല്ലേ. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ വള്ളത്തോൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു പോർഷനാണ് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം. ആരുടെ വരികളാണിവ? ONV കുറുപ്പ്, കുഞ്ഞുണ്ണി മാഷ്, അയ്യപ്പ പണിക്കർ, ചങ്ങമ്പുഴ. ഓപ്ഷൻ ബി കുഞ്ഞുണ്ണി മാഷ്. അപ്പം ഇതിന് സിമിലർ ആയിട്ട് മറ്റ് വേറൊരു വരികളും കൂടിയുണ്ട്. ഇവിടെ എന്താണ്? കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണെൻ പരാജയം അങ്ങനെ പറഞ്ഞതാരാ? അത് ചങ്ങമ്പുഴയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണെൻ പരാജയം എന്നത് ഇരുളിൽ എന്ന് പറയുന്ന ഒരു കൃതിയിലെ ചങ്ങമ്പുഴ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം 1-2 വരികളും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ അതാരുടെയാണ്? കുമാരനാശാൻ്റെ ദുരവസ്ഥയിലെ വരികളാണ് കേട്ടോ, അത് മറക്കരുത്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാൽ മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറയുന്നത് ആരാണ്? വയലാറാണ്. വിപ്ലവ കവി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, അപ്പോൾ വിപ്ലവം തുളുമ്പുന്ന ഒരു വരികളും കൂടിയാണ് ഇത്. അങ്ങനെ കണക്ട് ചെയ്യുക. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിൻ്റെ മാനിഷാദയിലെ വരികളാണ് ഇത്. ഓക്കെ, ഇനി അടുത്തത് പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. ഓക്കെ, അപ്പം പുറമേ ഉള്ളതിന് ഒന്നിനും വിശ്വസിക്കരുത്. പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആവില്ല ഉള്ളിൽ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പം അങ്ങനെ ഒരു അർത്ഥം വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കല്ലേ. വൈലോപ്പിള്ളിയാണ് പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം എന്നുള്ളത് വൈലോപ്പിള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്. ഓക്കെ, ഇനി വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഓക്കെ, ആ വരികൾ ആരുടെയാണ്? അംശി നാരായണപിള്ളയുടെ വരികളാണ്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി നമ്മൾ ഇടയ്ക്ക് പാടാറുള്ളൊരു പാട്ടും കൂടിയാണ് അല്ലേ. ഓക്കെ, അത് അംശി നാരായണപിള്ളയുടെ വരികളാണ്. ഇനി സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആശാൻ്റെ വരികളാണ് അല്ലേ. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, നളിനി കുമാരനാശാൻ.
ഇനി ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വള്ളത്തോളിൻ്റെ വരികളാണ്. അപ്പം ഈ പക്ഷി ഒരു കൂട്ടിനുള്ളിൽ എത്ര സ്വർണം കൊണ്ടുണ്ടാക്കിയ കൂടാണെങ്കിലും കൂടിനുള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം സുഖമുള്ള കാര്യമല്ല അല്ലേ. അപ്പം അതാണ് ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പാടിയ കവിയാണ് വള്ളത്തോൾ. ഓക്കെ, ഇനി അടുത്തതാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഓക്കെ, അപ്പം നമ്മൾ കടന്ന വഴികളൊക്കെ, നമ്മൾ കടന്ന കഷ്ടപ്പാടുകളും ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കടന്നുപോയ വഴികളൊക്കെ നമ്മൾ ഓർക്കുമല്ലോ, ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കടന്നുപോയ വഴികൾ ഓർക്കുക. കടമ്മനിട്ട, നമ്മൾ കടന്നുപോയ വഴികൾ ഓർക്കുക. അപ്പം കടമ്മനിട്ടയുടെ വഴികളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അപ്പം അത് മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങളിലോട്ട് തിരിച്ചു വരാം. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ഗംഗ. ഓപ്ഷൻ ബി പെരിയാർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ക്രിക്കറ്റ് ഇപ്പോൾ IPL ഒക്കെ നടക്കുകയാണ്, എല്ലാവരും കാണുകയാണ്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ഇംഗ്ലണ്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കവിയും കൂടിയാണ് ചങ്ങമ്പുഴ അല്ലേ. ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മകഥ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ചാണ് നമുക്ക് പറഞ്ഞിട്ട് പോവാം അല്ലേ. ഓക്കെ, അപ്പം കണ്ണീരും കിനാവും ആരാ എഴുതിയേക്കുന്നത്? VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇനി സർവീസ് സ്റ്റോറി. ഇപ്പോൾ സർവീസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ സർവീസിൽ ഇരുന്നിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ. അപ്പം IAS ഉദ്യോഗസ്ഥനായിരുന്നു, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു റൈറ്ററാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ അല്ലേ. മലയാറ്റൂർ രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സർവീസ് സ്റ്റോറി. ഇനി കാവ്യലോക സ്മരണകൾ, പേരിൽ തന്നെ ഒരു നൈസായിട്ടുള്ള പേരാണ് അല്ലേ. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വൈലോപ്പിള്ളിയുടെ ആത്മകഥയാണ്. കഴിഞ്ഞ കാലം. അപ്പോൾ കഴിഞ്ഞ കാലം എന്നുള്ള ആത്മകഥ ആരുടെയാണ്? KP കേശവമേനോൻ്റെയാണ് കഴിഞ്ഞ കാലം. KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. ഇപ്പോൾ മുണ്ടൊക്കെ ഇടയ്ക്ക് ഉടുക്കുമ്പോൾ ഒരു സിനിമയിലാണെങ്കിൽ ഊരിപ്പോണ കാണിക്കുന്നുണ്ട് അല്ലേ. ബിഗ് ബിയിൽ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ മുണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കൊഴിഞ്ഞ ഇലകളാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ. എൻ്റെ വഴിത്തിരിവ് ചോദിക്കാറുള്ളതാണ്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയാണ് എൻ്റെ വഴിത്തിരിവ് എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ജീവിത കഥ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ജീവിത കഥ AK ഗോപാലൻ്റെയാണ് എൻ്റെ ജീവിത കഥ. ഇനി എൻ്റെ കഥ, ജീവിതമില്ല, എൻ്റെ കഥ പറയുമ്പോൾ അതാരുടെയാണ്? മാധവിക്കുട്ടിയുടെയാണ് എൻ്റെ കഥ. ഓക്കെ, ഇനി ഒരുപാടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യമാണ് അല്ലേ. വരിക വരിക സഹചര എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവാണ് അംശി നാരായണപിള്ള. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്താണ്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേര് തിരനോട്ടം, പുറപ്പാട്, കേളികൊട്ട്, തോടയം. പുറപ്പാടൊന്നുമല്ല, തെറ്റരുത്, കേളികൊട്ട് എന്നുള്ളതാണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ്. അടുത്ത ചോദ്യം, P. കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? പുന്നപ്ര വയലാർ, കയ്യൂർ സമരം, കല്ലുമാല, വൈക്കം സത്യാഗ്രഹം. ഉലക്ക പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് P. കേശവദേവ് എഴുതിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പം പഠിച്ചു പോയുള്ള ഒരാളാണെങ്കിൽ കൂടി കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തുനിന്നുകൂടെ ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരുമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ തെറ്റും, കാരണം നമ്മൾ തുരുത്തുനിന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏത് തുരുത്താണെന്ന് ചിലപ്പോൾ ഇത് കണ്ട കൺഫ്യൂഷൻ ആവും. ആൻസർ ഏതാണ്? ആലുവ താലൂക്കിലെ തുരുത്ത്. ഓപ്ഷൻ ഡി, ആലുവ താലൂക്കിലെ തുരുത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് മലയാളി കൂടിയായിട്ടുള്ള PT ഉഷ. PT ഉഷനെ പറ്റി ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇടപ്പ
ഇടപ്പള്ളിയാണ് കേരള ചരിത്ര മ്യൂസിയം, ഇടപ്പള്ളി. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത KM ബീനാമോളാണ്. ആരാണ്? KM ബീനാമോളാണ്. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് T. പത്മനാഭൻ. ഓപ്ഷൻ ഡി, T. പത്മനാഭനാണ് 2023 നിയമസഭ ലൈബ്രറി അവാർഡ് നേടിയത്. പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ ഏൻഷ്യൻറ്റ് സാൻസ്ക്രിറ്റ് തിയേറ്റർ പ്രാക്ടീസ്ഡ് ഇൻ കേരള. അപ്പോൾ ഈ ചോദ്യം പെട്ടെന്ന് മലയാളത്തിൽ വായിച്ചപ്പം എനിക്ക് ആ കത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലും ചോദ്യം ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരെന്ന് പറയുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ പോലെ തോന്നി. ഏൻഷ്യൻ സാൻസ്ക്രിറ്റ് തിയേറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ആർട്ട് ഫോമിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? കൂടിയാട്ടം. കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാൻസ്ക്രിറ്റ് തിയേറ്റർ ഫോമാണ് എന്തെന്ന് പറയുന്നത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. 1930 സ്ഥാപിതമായിട്ടുള്ള കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളി, അപ്പം നമ്മൾ നേരത്തെ നെഹ്റു ട്രോഫി വള്ളംകളി പറഞ്ഞല്ലേ, ഇനി ഉത്രട്ടാതി ആണെങ്കിൽ അതെവിടെയാണ്? ആറന്മുളയിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയം വഹിക്കുന്നത് ആരാണ്? ചോദ്യം വളരെ ശ്രദ്ധിക്കണം. വിന്റർ ഒളിമ്പിക്സ് ആണ് ചോദിച്ചേക്കുന്നത്. 2026 വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഇറ്റലിയാണ്. ഓപ്ഷൻ ബി, ഇറ്റലിയാണ്. അപ്പം പെട്ടെന്ന് ഈ ഫ്രാൻസ് എന്ന് പറയുമ്പം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ടല്ലോ. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഫ്രാൻസ് എന്ന് പറയുമ്പോൾ 2024 ഒളിമ്പിക്സിൻ്റെ വേദിയാണ് പാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഇത് ഓപ്റ്റ് ചെയ്യരുത്. ചോദ്യം ഇവിടെ 2026 വിന്റർ ഒളിമ്പിക്സ് ആണ്, ഇറ്റലിയാണ്. ഓക്കെ, രാമകഥാപാട്ടിൻ്റെ രചയിതാവ് ആരാണ്? രാമകഥാപാട്ടിൻ്റെ രചയിതാവ് ഓപ്ഷൻ ഡി, അയ്യപ്പിള്ള ആശാൻ. അയ്യപ്പിള്ള ആശാൻ. തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിക്കുന്ന മലയാള കവി ആര്? അപ്പം ആരെക്കുറിച്ചിട്ടാണ് ഈ ഒരു കൃതി എന്നുള്ളതാണ്. തുഞ്ചത്തെ എഴുത്തച്ഛനെ കുറിച്ചിട്ടാണ് ഇങ്ങനൊരു കൃതി C. രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. തീക്കടൽ കടഞ്ഞ് തിരുമധുരം C. രാധാകൃഷ്ണൻ തുഞ്ചത്തെ എഴുത്തച്ഛനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു നോവലാണ്. ഓക്കെ, അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം. അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർഷം 1888. ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ആണ് ഏത്? ഓപ്ഷൻ ഡി, കുസാറ്റ്. ഓപ്ഷൻ ഡി, കുസാറ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? അപ്പോൾ പടയണി എന്ന് കേൾക്കുമ്പോൾ തന്നെ തപ്പ് എന്നുള്ള വാദ്യം നമ്മളെപ്പോഴും ഓർക്കുന്നതാണ്. അപ്പോൾ തപ്പിൻ്റെ കൂടെ എന്താണെന്നുള്ളതാണ്, മൃദംഗാണോ എന്നൊക്കെയുള്ളതാണ്. ഇവിടെ എയും ബിയും ആണ് കൺഫ്യൂഷൻ വരിക. തപ്പും ചെണ്ടയും പടയണിയിൽ ഉപയോഗിക്കുന്നത് തപ്പും ചെണ്ടയും. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി കേരള ചോസർ എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ചീരാമ കവിയാണ് അല്ലേ? ചീരാമ കവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥ്യം വഹിച്ച രാജ്യം. അപ്പോൾ 26 ചോദ്യം കണ്ടു. അപ്പോൾ ഒളിമ്പിക്സിൻ്റെ വേദികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022 വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ചൈനയാണ്. ഓപ്ഷൻ ഡി, ചൈനയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2026 ഒളിമ്പിക്സ് ആണെങ്കിൽ ഇറ്റലി. 2026 വിന്റർ ഒളിമ്പിക്സ് ആണെങ്കിൽ അത് ഇറ്റലിയാണ്. 2024 ഒളിമ്പിക്സ് ആണെങ്കിൽ അതിൻ്റെ വേദി എന്ന് പറയുമ്പോൾ പാരീസ് ആണ്. ഓക്കെ, ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? അമേരിക്കൻ കപ്പ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. ഓരോ കപ്പ് പേര് പഠിച്ചിട്ട് പേര് തന്നിട്ട് അത് ഏത് ഇവൻറ്റിനാണ്, ഏത് സ്പോർട്സിനാണ് നൽകുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. യാച്ച് റേസിങ്ങിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്. അമേരിക്കൻ കപ്പ് എന്തിനാണ് നൽകുന്നത്? യാച്ച് റേസിങ്ങിനാണ്.
അപ്പോൾ അതുപോലെ PSC ചോദിക്കാറുള്ള മറ്റ് കപ്പുകളാണ് ദുലീപ് ട്രോഫി. ദുലീപ് ട്രോഫി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദിലീപ് ക്രിക്കറ്റ് കളിക്കുന്നത് ആലോചിക്കുക. ദിലീപ് എന്താണ് കളിക്കുന്നത്? ക്രിക്കറ്റാണ്. ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇറാനി ട്രോഫി. ഇറാനി ട്രോഫിക്ക് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇറാനിയും റണ്ണെടുക്കാൻ വേണ്ടി ഓടുന്ന ആലോചിക്കുക. ഇറാനി റണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ആലോചിക്കുക. ഇറാനി ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത് ക്രിക്കറ്റുമായിട്ടാണ്. അപ്പോൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റാണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഗവാസ്കർ ബോർഡർ ട്രോഫി. അപ്പോൾ ഗവാസ്കർ നമുക്കറിയാം ക്രിക്കറ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവാസ്കർ ബോർഡർ എന്ന് പറയുന്നതും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫിയാണ്. ഇനി ചോദിക്കാറുള്ളതാണ് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ട്രോഫികളുണ്ട്. ധ്യാൻ ചന്ദ്. അപ്പോൾ ധ്യാൻ ചന്ദ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹോക്കിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്പോർട്സ് ഇവൻ്റാണ് ഹോക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പേരുകളാണെന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. എല്ലാം അങ്ങനെയാണെന്നുള്ളതല്ല, ചെറിയൊരു കണക്ഷൻ പറഞ്ഞതാണ്. ധ്യാൻ ചന്ദ് ട്രോഫി. അസ്ലൻ ഷാ കപ്പ്. അസ്ലൻ ഷാ കപ്പ്. അസ്ലൻ ഷാ കപ്പ് എന്തുമായിട്ടാണ്? ഹോക്കി. രംഗസാമി കപ്പ്. ആഘാഖാൻ കപ്പ്. ഓക്കെ, ആഘാഖാൻ കപ്പ്. ആഘാഖാൻ കപ്പ് മാറിപ്പോവരുത്. ആഘാഖാൻ എന്തുമായിട്ടാണ്? ഹോക്കി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആഘാഖാൻ കപ്പ്, രംഗസ്വാമി കപ്പ്, അസലൻ ഷാ കപ്പ്, ധ്യാൻ ചന്ദ് ട്രോഫിയൊക്കെ ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കപ്പുകൾ. ഊബർ കപ്പ്. ഊബർ കപ്പ് എന്തുമായിട്ടാണ്? നമ്മൾ ഊബറൊക്കെ പിടിച്ച് ഊബർ ടാക്സിയൊക്കെ പിടിച്ചിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിന്നോ എങ്ങനെയെങ്കിലും ആലോചിക്കുക. ഊബർ കപ്പ് ബാഡ്മിൻ്റനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തോമസ് കപ്പ്. തോമസ് കപ്പ് ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുധീർമാൻ. സുധീർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. സുധീർമാൻ ബാഡ്മിൻ്റൺ ആണ്. സുധീർമാൻ ബാഡാണെന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വയ്ക്കുക. സുധീർമാൻ ബാഡ്മിൻ്റൺ കപ്പുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? അപ്പോൾ ഈ ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ ഗെയിം ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഏതാണ്? ക്രിക്കറ്റാണ്. ഇംഗ്ലണ്ടിൻ്റെ ഒഫീഷ്യൽ ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. സ്പോർട്സാണ് ക്രിക്കറ്റ്. അതുപോലെ ഇന്ത്യയുടെ നമ്മളിപ്പോൾ പറഞ്ഞു ഹോക്കിയാണ് അല്ലേ. ഹോക്കിയാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിമാണ് ഓപ്ഷൻ ഡി കബഡി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം പാട്ടൊക്കെ ഉണ്ട് അല്ലേ. ചെട്ടിക്കുളങ്ങര എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഓപ്ഷൻ സി ആലപ്പുഴ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ ബി ഭാർഗവൻ പിള്ള എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീ അടക്കം അവർ കറക്റ്റായിട്ട് ഓരോ ദിവസം നടന്നത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ആണ് ഓപ്ഷൻ ബി ലോസ് ആഞ്ചലസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PT ഉഷ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബൽ ലൈഫിനെ പ്രഖ്യാപിച്ചത്? ആരാണ് പ്രഖ്യാപിക്കുക? ഇന്ത്യയുടെ IPL എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യണത് BCCI ആണ് അല്ലേ. ഓപ്ഷൻ BCCI ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഓപ്ഷൻ എ ഭോപ്പാൽ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ്? മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ സി നളചരിതം ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥ ആരാണ് എഴുതിയത്? ഉണ്ണായി വാര്യരാണ് അല്ലേ. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ. എം മുകുന്ദൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി. അപ്പം ഡൽഹി, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, കേശവൻ്റെ വിലാപങ്ങൾ, ദൈവത്തിൻ്റെ കൃതികൾ, ഇതെല്ലാം എം മുകുന്ദൻ്റെ കൃതികളാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിൽ തന്നെ വയലാർ സാഹിത്യ അവാർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ ഡി കേശവൻ്റെ വിലാപങ്ങൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം എം മുകുന്ദനെ പറ്റിയിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ്, എന്നറിയപ്പെടുന്ന കഥാകാരൻ കൂടിയാണ് എം മുകുന്ദൻ. 2023 ഇപ്പോൾ കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. 2023 ഭീമ ബാലസാഹിത്യ അവാർഡ് ലഭിച്ചത് ഇദ്ദേഹത്തിനാണ്. ആർക്കാണ്? എം മുകുന്ദനാണ്.
എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2018 സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം എം മുകുന്ദന് ലഭിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വയലാർ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഏത്? കേശവൻ്റെ വിലാപങ്ങൾ. ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് 2022 പുറത്തിറങ്ങിയ നിങ്ങൾ. അപ്പോൾ 2022 റീസെൻ്റ് ആയതുകൊണ്ട് അതറിഞ്ഞിരിക്കുക. നിങ്ങൾ എന്ന കൃതി ആരുടെയാണ്? എം മുകുന്ദൻ്റെയാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 1974. വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മയ്യഴിയുടെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന എം മുകുന്ദൻ. ദൈവത്തിൻ്റെ വികൃതികൾ, ഡൽഹി, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, കേശവൻ്റെ വിലാപങ്ങൾ, നൃത്തം നമ്മൾ നേരത്തെ ഇതൊക്കെ ഓപ്ഷനിൽ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ലോകം, അതിലൊരു മനുഷ്യൻ, സീത, ഡൽഹി ഗാഥകൾ ഒക്കെ ആരുടെ കൃതിയാണ്? എം മുകുന്ദൻ്റെ കൃതിയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചു കാലം ഫ്രഞ്ചിൻ്റെ പരമോന്നത പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എം മുകുന്ദൻ. കുറച്ചു കാലം ഫ്രാൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം ഡൽഹിയിലായിരുന്നു. ആ സമയത്താണ് ഈ കൃതികൾ, ഡൽഹി ഗാഥകളൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എഴുതിയിട്ടുള്ള കൃതികളാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ബെന്യാമിൻ. ബെന്യാമിൻ എന്തുകൊണ്ടാണ് വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആടുജീവിതം ഇപ്പോൾ സിനിമയും കൂടി ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റൈറ്ററാണ് ബെന്യാമിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ബെന്യാമിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ബെന്നി ഡാനിയലാണ് ബെന്യാമിനാവുന്നത്. ബെന്നി ഡാനിയൽ. ആടുജീവിതത്തിന് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2009. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവും അതൊക്കെ കണ്ട് ഇപ്പം ആടുജീവിതം ഇറങ്ങിയ വർഷം അവാർഡൊക്കെ കുറേ പേർക്കെങ്കിലുമൊക്കെ ബൈഹാർട്ടായി ഉണ്ടാവും അല്ലേ? അപ്പോൾ 2008 തൊട്ട് പൃഥ്വിരാജ് കഥ കേട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ 2009 തൊട്ടടുത്ത വർഷം 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആടുജീവിതത്തിന് ബെന്യാമിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് JCB പുരസ്കാരം 2018 ലഭിച്ചു. 2018 JCB പുരസ്കാരം ബെന്യാമിന് ലഭിച്ചു. ഏത് കൃതിക്കാണ്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. അപ്പോൾ ആരുടെ കൃതിയാണ്? ബെന്യാമിൻ്റെ. വയലാർ അവാർഡ് 2021 ലഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ആലോചിച്ചിരിക്കാൻ. ആടുജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ആടുജീവിതത്തിലെ നജീബ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ ഈ പുറത്തേക്ക് പോയിട്ടുള്ള വേറൊരു സിനിമയാണല്ലേ, അറബിക് കഥ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം അതിലെ ശ്രീനിവാസൻ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം അങ്ങോട്ട് പോകേണ്ടി വരികയാണ് അല്ലേ, ദുബായിക്ക് പോകേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമിന് 2021 വയലാർ അവാർഡ് നേടിക്കൊടുത്തതാണ്. അപ്പോൾ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് അദ്ദേഹം എവിടെ പോകുന്നത്? നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് എവിടേക്ക് പോകുന്നത്? പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ മുല്ലപ്പൂ നിറമുള്ള പകലുകളൊക്കെ ഒരുപാട് ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് നല്ല പകലും നല്ല മുല്ലപ്പൂ നിറമുള്ള ഒരു ലൈഫായിരിക്കും എന്നുള്ള ഒരു രീതിയിൽ പുറത്ത് പോയിട്ട് അവിടെ എന്താ ഉണ്ടായത്? ആടുജീവിതമാണ് അവിടെ സംഭവിച്ചത് അല്ലേ. പിന്നെ നമ്മൾ കണ്ടതാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അവിടെ കിടന്നിട്ട് മഞ്ഞ വെയിൽ, ആ വെയിലൊക്കെ അടിച്ചിട്ട് മരണത്തോട് പോരാടുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ബെന്യാമിൻ്റെ കൃതികൾ. പിന്നെ മറക്കില്ലല്ലോ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം. നമ്മൾ മുന്നേ പറഞ്ഞതാണ് 1930. ഇമ്പോർട്ടൻ്റ് ആണ്. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരമാണ് ഭുവനേശ്വർ. അടുത്തത്, കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഓപ്ഷൻ ബി ഖാദർ കമ്മിറ്റി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസും ഉള്ളൂ. അപ്പോൾ ഇത്രയും ലെങ്തി ക്ലാസ്സസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സൊക്കെ ചെയ്യുന്നതിന് പിന്നിലുള്ള എഫോർട്ടൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ തുള്ളൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തരൂപമാണ്. ഒരാളാണ് നോർമലി തുള്ളൽ, ഒരാളാണ് അല്ലേ. നമ്മൾ സിനിമയിലൊക്കെ കാണാറുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് തുള്ളൽ കളിച്ച് നിൽക്കുന്നത് അല്ലേ. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലിനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുള്ളലെ അവതരിപ്പിക്കുന്ന വ്യക്തിനെ സിനിമകളിലും കാണാറുണ്ട്. സോളോ നൃത്തരൂപം എന്നുള്ളത് ശരിയാണ്.
അത് ഗദ്യപ്രകൃതിയാണ്. ഗദ്യം എന്ന് പറയുമ്പോൾ എന്താ? ഗദ്യമുണ്ട്, പദ്യമുണ്ട് അല്ലേ? പദ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് പോലെ, ഗദ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പാരഗ്രാഫ് പോലെ. അപ്പോൾ അങ്ങനെയാണോ? അല്ല, ഇതെന്ന് പറയുമ്പോൾ ഒരു മിക്സാണ് അല്ലേ? ഇങ്ങനെ തുള്ളൽ അവതരിപ്പിക്കുന്ന ആൾ ഡയലോഗും പറയും, അതുപോലെ തന്നെ പാട്ട് പോലെയും പാടും. തുള്ളൽ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ആക്ഷേപഹാസ്യ കലാരൂപത്തിന് പുരാണ വിഷയങ്ങളുണ്ട്, അത് ശരിയാണ്. തുള്ളലിന് നിരവധി അനുബന്ധ രൂപങ്ങളുണ്ട്, അതും ശരിയാണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. കാരണം യെസ്, അത് തെറ്റാണെന്ന് അറിയുകയാണെങ്കിൽ അത് ക്ലാസിക്കൽ സോളോ നൃത്തരൂപമാണ്, ഇത് ശരിയാണെന്നും കൂടെ അറിയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് വളരെ സിമ്പിളായിട്ട് എത്താവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഗുസ്തിയിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിയ വ്യക്തി ആരാണ്? അപ്പോൾ ഒളിമ്പിക്സ് അതിൽ ആദ്യത്തെ നേട്ടങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ഡി ഗഷാബ ദാദാ സാഹിബ് ജാദവ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, റഗ്ബി ലോകകപ്പിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര റഗ്ബി ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര റഗ്ബി യൂണിയൻ മത്സരമാണ് റഗ്ബി വേൾഡ് കപ്പ്. അപ്പം ചിലതൊക്കെ നമ്മളൊന്ന് ക്വസ്റ്റ്യൻസ് വായിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഒരു അസംപ്ഷനിൽ എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഒരു വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അത് ഇൻ്റർനാഷണൽ റഗ്ബി ബോർഡ് തന്നെ സംഘടിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് നമുക്കൊരു അനുമാനിക്കാനായിട്ട് പറ്റും. 1987 ആദ്യമായി ഒരു റഗ്ബി ലോകകപ്പ് നടക്കുന്നത്. അറിയുന്നവരായിരിക്കാം. നമുക്ക് ആൻസറിലോട്ട് എത്തണമെങ്കിൽ ആ ഫാക്റ്റ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് ശരിയാണെന്ന് നമുക്കറിയണം. FIA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇവൻ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചാൻസ് വളരെ കുറവാണല്ലേ. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോൺട്രാഡിക്ഷനാണ്. ഇവിടെ പറയുന്നുണ്ട് അന്താരാഷ്ട്ര റഗ്ബി ബോർഡാണ് അത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ വേണമെങ്കിൽ ഇവൻറ്റിൽ വിജയിക്ക് വില്യം വെബ് എല്ലിസ് കപ്പ് ലഭിക്കും. അപ്പോൾ ട്രോഫീസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. വില്യം വെബ് എല്ലിസ് അല്ലെങ്കിൽ വെബ് എല്ലിസ് കപ്പ് റഗ്ബിക്ക് തന്നെ കൊടുക്കുന്നതാണ്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം മൂന്നാമത്തെ എന്തായാലും ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് രാജ്യസമാചാരവുമായി ബന്ധമില്ലാത്തത്? ഇപ്പോൾ രാജ്യസമാചാരം എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മ വരണം. 1847 രാജ്യസമാചാരം എന്നൊരു പത്രം കണ്ണൂരിലെ തലശ്ശേരിയിലെ ഇല്ലിക്കൽ കുന്നൊരു പ്രദേശത്ത് വെച്ചിട്ട് ഹെർമൻ കുണ്ടട്ടിൻ്റെ നേതൃത്വത്തിൽ അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പത്രമാണ്. അതിൻ്റെ സ്ഥാപകനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസമാചാരത്തിൻ്റെ ജന്മസ്ഥലമാണ് കണ്ണൂരാണല്ലേ. ഈ തലശ്ശേരിയൊക്കെ കണ്ണൂരാണ്. അത് കറക്റ്റാണ്. ജേണൽ എഡിറ്ററുടെ പേരുള്ള നിരവധി കോളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലോ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഇതെന്തായാലും തെറ്റാണ്. ബന്ധമില്ലാത്തതാണ് ഇവിടെ ചോദ്യം. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശിപ്പായി ലഹളയ്ക്ക് ശേഷമാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ നമുക്കറിയാം ശിപ്പായി ലഹള 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ. അപ്പോൾ ഇത് 1847 അപ്പോൾ അതിന് മുന്നേ ആണ് രാജ്യസമാചാരം വന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഈ ഫാക്ടർ അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഡോക്ടർ ഹെർമൻ കുണ്ടട്ടാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. അതും കറക്റ്റാണ്. സോ ഇവിടെ തെറ്റ് 2, 3 പ്രസ്താവനകളാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം ഹെർമൻ കുണ്ടട്ട് ഏത് സൊസൈറ്റിയിലുമാണ്, ചർച്ച് മിഷൻ സൊസൈറ്റി ആണോ ഏതാണെന്നുള്ളതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റിയിൽ അംഗമുള്ള വ്യക്തിയാണ് ഹെർമൻ കുണ്ടട്ട്. 1847 ആരംഭിച്ച മലയാള പ്രസിദ്ധീകരണമാണ് രാജ്യസമാചാരം. ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ആനുകാലിക പത്രവുമായി വിലയിരുത്തപ്പെടുന്നു. തലശ്ശേരിക്കടുത്ത് ഇല്ലിക്കുന്നിൽ നിന്നാണ് ഈ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഓർമ്മക്കുറിപ്പ് ഇസ് ദ ബുക്ക് റിട്ടൺ ബൈ. ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഓർമ്മക്കുറിപ്പ്. അടുത്തത്, കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമി ആദ്യത്തെ ചെയർമാൻ്റെ പേര് ചോദിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചിറക്കൽ, കണ്ണൂരിലെ ചിറക്കലാണ് കേരളത്തിലെ ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഒരു കോട്ടയേ ഉള്ളൂ, അതിന്
എന്തിനെ മാനവികത എന്ന് വിളിക്കുന്നു? ഈ ആശയം പ്രചരിപ്പിച്ചത് ദർ ഇസ് ജസ്റ്റ് വൺ കാസിൽ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ഹ്യൂമാനിറ്റി എന്ന് ആരാണ് പറയുന്നത്? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി കളിക്കാരുടെ നമ്പർ PSC ചോദിക്കാറുണ്ട്. ഹൗ മെനി ടോട്ടൽ പ്ലേയേഴ്സ് ആർ ദർ ഇൻ ഖോഖോ? ഖോഖോ എന്ന് പറഞ്ഞ ഗെയിമിൽ എത്ര പേരാണുള്ളത്? 12 പേരാണ് അല്ലേ? ഖോഖോ എന്നുള്ള ഗെയിമിൽ എത്ര പേരാണുള്ളത്? 12 പേരാണ്. ഖോഖോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കയ്യിൽ വളയൊക്കെ ഇടുമ്പോൾ 6 വള ആയിട്ട് ഒരു ഡസൻ വളയൊക്കെയാണ് കൈമിട്ട് നടക്കുക. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാം. കാരണം ഈ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഒരു ഗെയിമിൽ ഒരു സ്പോർട്സിൽ എത്ര പ്ലേയേഴ്സ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. സോ ഖോഖോയിൽ 12 പേരാണുള്ളത്. ബാക്കി സ്പോർട്സ് നോക്കുകയാണെങ്കിൽ റഗ്ബി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ? അപ്പോൾ റഗ്ബിയിൽ എത്ര പേരാണുള്ളത്? 15 പേരാണുള്ളത്. റഗ്ബി പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ചധികം പേര് വേണമെന്ന് ആലോചിക്കുക. റഗ്ബി 15 പേരുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 11 പേരാണ് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിക്കൊക്കെ ഉള്ളത്. ബേസ്ബോളിന് എത്ര പേരാണ്? 9 പേരാണ് ബേസ്ബോളിനകത്ത് വരുന്നത്. 9 പേരാണ് ബേസ്ബോൾ. ഇനി കബഡിക്ക് എത്ര പേരാണ്? 7 പേരാണ്. കബഡിക്ക് 7 പേരാണുള്ളത്. പോളോയ്ക്ക് 4 പേരാണുള്ളത്. ഇനി വാട്ടർ പോളോ ആണെങ്കിൽ അത് 7 പേരാണ്. ഓക്കെ, വാട്ടർ പോളോ ആണെങ്കിൽ അത് 7 പേരാണ്. വോളിബോളിന് എത്ര പേരാണ്? 6 പേരാണ് വോളിബോളിന് വേണ്ടത്. ബാസ്ക്കറ്റ് ബോൾ ആണെങ്കിൽ 5 പേര്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പ്ലേയേഴ്സ് ആണ്. റഗ്ബി 15, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ഒക്കെ ആണെങ്കിൽ 11, ബേസ്ബോൾ 9, കബഡി 7, പോളോ POLO 4 ലെറ്റർ ഉള്ളൂ. അതുപോലെ തന്നെ 4 ആൾക്കാരാണ്. ഇനി വാട്ടർ പോളോ ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിലാകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ വേണം. 7 പേരുണ്ട്. വോളിബോൾ ആണെങ്കിൽ 6 പേര്. ബാസ്ക്കറ്റ് ബോൾ ആണെങ്കിൽ 5 പേര്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടൊന്നും മാറിപ്പോവരുത്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു അമംഗ് ദിസ് വാസ് ദി ഓൺലി അത്ലറ്റ് ദാറ്റ് റെപ്രസെൻറ്റഡ് ഇന്ത്യ അറ്റ് 2022 ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സ്? 2022 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഏക കായിക താരമാണ് ആരിഫ് ഖാൻ. ഓപ്ഷൻ എ ആരിഫ് ഖാൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോട്ട് എഴുതി വെച്ച് ശ്രദ്ധിച്ച് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള എക്സാമുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇനിയും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓൾസോ ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്താലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് റാങ്ക് മേടിക്കണ്ടേ? ഓക്കെ, അപ്പോൾ ബെല്ലൈക്കൺ കൂടെ ഇനാബിൾ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ കൊടുത്തേക്കാം. ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.